കഴിഞ്ഞ 3 വർഷത്തിനിടെ മാത്രം ലേഡി ബേർഡ് തടാകത്തിൽ നിന്ന് കണ്ടെത്തിയത് 19 മൃതദേഹങ്ങൾ. ടെക്സസിലെ ഓസ്റ്റിനിൽ സീരിയൽ കില്ലർ സ്വതന്ത്രനായി വിഹരിക്കുകയാണെന്ന അഭ്യൂഹം. ഈ മാസം 3-ന് 17 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ മൃതദേഹം തടാകത്തിൽ നിന്ന് കണ്ടെത്തിയതോടെയാണ് ഈ അഭ്യൂഹം ശക്തിപ്പെട്ടിരിക്കുന്നത്. 2022-ന് മുൻപും ചില മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നതായി പ്രദേശവാസികൾ പറയുന്നുണ്ട്. 3 വർഷത്തിനിടെ തടാകത്തിൽ നിന്ന് 38 മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി ചില റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഈ കണക്ക് തടാകത്തിലും പരിസരത്തും സംഭവിച്ച മരണങ്ങളെക്കുറിച്ചാണ് എന്ന് ഓസ്റ്റിൻ പോലീസ് പറഞ്ഞു. കൊളറാഡോ നദിയുടെ ഭാഗമാണ് ലേഡി ബേർഡ് തടാകം. ഓസ്റ്റിൻ നഗരത്തിന്റെ തിരക്കേറിയ രാത്രി ജീവിതത്തിനും പ്രത്യേകിച്ച് പ്രശസ്തമായ റെയിനി സ്ട്രീറ്റ് എന്ന മദ്യപാന കേന്ദ്രത്തിനും അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ കാരണത്താലാണ് കിംവദന്തികളിലെ സീരിയൽ കില്ലർക്ക് റെയിനി സ്ട്രീറ്റ് റിപ്പർ എന്ന പേര് ലഭിച്ചത്. എന്നാൽ അഭ്യൂഹം നിലനിൽക്കുമ്പോഴും പ്രദേശത്ത് സീരിയൽ കില്ലർ സ്വതന്ത്രനായി വിഹരിക്കുന്നില്ലെന്ന് പോലീസ് ഉറച്ചു പറയുന്നു. അതേസമയം തടാകത്തിൽ നിന്ന് കണ്ടെത്തിയ പല മൃതദേഹങ്ങളുടെയും മരണകാരണം അജ്ഞാതമാണെന്നാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. അവസാനമായി തടാകത്തിൽ നിന്ന് കണ്ടെത്തിയ കൗമാരക്കാരൻ ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നില്ല. കുടുംബത്തോടൊപ്പം കയാക്കിംഗ് നടത്തുന്നതിനിടെ വെള്ളത്തിൽ വീഴുകയും പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തിയതാണെന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. ലേഡി ബേർഡ് തടാകത്തിലെ സമീപകാല മുങ്ങിമരണങ്ങളെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളെക്കുറിച്ച് ഓസ്റ്റിൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ബോധവാന്മാരാണ്. ഈ കേസുകൾ ഇപ്പോഴും അന്വേഷണത്തിലാണ്. തെളിവുകൾ വിശകലനം ചെയ്യുകയാണ്. എന്നാൽ നിലവിൽ ഈ കേസുകളിലൊന്നിലും ദുരൂഹതയുണ്ടെന്ന ആരോപണങ്ങളെ പിന്തുണയ്ക്കുന്ന തെളിവുകളൊന്നുമില്ല. ഓരോ സംഭവവും തടാകത്തിൽ വെച്ച് സംഭവിച്ചതാണെങ്കിലും ഈ കേസുകളിലെ സാഹചര്യങ്ങൾ, തെളിവുകൾ എന്നിവ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മെഡിക്കൽ എക്സാമിനർ ഇത്തരത്തിലുള്ള എല്ലാ മരണങ്ങളിലും പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം പരിശോധനകളുടെ ഫലങ്ങളിൽ ശരീരത്തിൽ ക്ഷതങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. ദുരൂഹതയുടെ സൂചനകളുമില്ല. 2023-ലെ ഒരു പ്രസ്താവനയിൽ ഓസ്റ്റിൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എക്സിൽ കുറിച്ചതാണിത്. മരണവാർത്തകൾ പുറത്തുവരാൻ തുടങ്ങിയതോടെ ലേഡി ബേർഡ് ലേക്ക് സീരിയൽ കില്ലർ എന്ന പേരിൽ ഫേസ്ബുക്ക് ഉപയോക്താക്കൾ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. തടാകത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയവരുടെ കുടുംബാംഗങ്ങളും ഈ ഗ്രൂപ്പിൽ അംഗങ്ങളാണ്. അതിനിടെ പോലീസിനോട് കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് ആരംഭിച്ച പെറ്റീഷനിൽ 6000-ത്തിലധികം ആളുകൾ ഒപ്പുവെച്ചിട്ടുണ്ട്. തടാകത്തിന് ചുറ്റും കൂടുതൽ